തമ്മിൽ കണ്ടതുപോലെ നല്ലൊരു ഗീ റൈസും ബീഫ് ഗ്രേവിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. പിന്നെ ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ബീഫ് ഗ്രേവി ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും 3 പച്ചമുളക്, കറിവേപ്പില ഒരു 3 തണ്ടോളം വേണം, ഉലുവ 1/2 ടീസ്പൂൺ കേട്ടോ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 6 ചെറിയ ടീസ്പൂൺ കേട്ടോ, പിന്നെ വെളിച്ചെണ്ണ 3 ടീസ്പൂണ്, ഉപ്പ് പാകത്തിന്. പിന്നെ ക്ലീൻ ചെയ്ത ബീഫ് 1 കിലോനാണ് എടുത്തേക്കുന്നത് കേട്ടോ. നന്നായി ക്ലീൻ ചെയ്തിട്ട് അതൊരു ബൗളിലിടുക ബീഫ്. എന്നിട്ട് അതൊക്കെ ഈ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉലുവയും പിന്നെ സ്പൈസസ് ഇല്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇതൊക്കെ പാടെ ബീഫിൻ്റെ ബൗൾക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് കൈയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗത്തും ഉപ്പ് വരുന്ന വരെ എല്ലാ സ്പൈസസും എല്ലായിടത്തും പിടിക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതൊക്കെ ലേശം 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ടത് നല്ല പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ വേവിച്ചെടുക്കുക. ബീഫ് വേവണ വരെ ഫുള്ളായിട്ട് വേവണം. നന്നായി വേവിച്ച് മാറ്റി വെക്കുക കേട്ടോ. എനിക്കൊരു 5 വിസിൽ ആവശ്യമായി വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും, അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു പൗഡർ ഉണ്ടാക്കാനുണ്ട്, ഒരു മല്ലിയുടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ചട്ടി ചൂടാവാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ 2 ഉണക്കമുളക് ഇടുക. ഞാൻ 2 ഉണക്കമുളക് ഇടുന്നത് എൻ്റെ മുളക് നല്ല എരിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതോട്ടാണ് നിങ്ങൾക്ക് മുളകിൻ്റെ എരിക്കനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. പിന്നെ അതൊക്കെ ഞാനൊരു 5-6 സ്പൂണ് പച്ചമല്ലിയില്ലേ, അതും വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടി ചൂടാറാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മളുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് ചട്ടിക്ക് ചൂടാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്നൊരു ഗ്രേവി ആവണം, വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി തിളച്ച് വരുന്ന വരെ നന്നായിട്ടൊന്ന് വറ്റി വരണം, ഒരു ഗ്രേവി ടൈപ്പായി വരുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ മല്ലിയും മുളകും, ആ മിക്സ് അതൊക്കെ ഇടുക കേട്ടോ. ഈ പൗഡർ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല അടിപൊളി. നമ്മൾ ഈ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബീഫില്ലേ, അത് സെയിം ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല അടിപൊളിയാണ്, ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ഈ പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തൊക്കെ ആയിട്ട്. എന്നിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കുക കേട്ടോ. ആ പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കറി ഉണ്ടാവില്ലല്ലോ, ഒരു ഗ്രേവി ടൈപ്പല്ലേ ഉണ്ടാവുക, അതുപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പത്തിന് ഞാൻ ഗീ റൈസിനുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ് ഒരു കൈപ്പീട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ ഉള്ളി, അത് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 6 kg 2 സ്പൂൺ വേണം. പിന്നെ ഗരം മസാല പൗഡർ ഒരു 3/4 ടീസ്പൂണോളം മതി കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പും വേണം. ബിരിയാണി റൈസ് അല്ല, ഗീ റൈസിനുള്ള പാത്രം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി പൊരിച്ചെടുക്കുകയാണ്. അത് നല്ല ബ്രൗൺ നിറമാവണ വരെ പൊരിച്ചെടുക്കുക. കരിയാൻ പാടില്ല കേട്ടോ, കരിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മളുടെ ബീഫ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവരും. അതുപോലെ അപ്പോഴത്തേനും നമ്മളുടെ ഉള്ളി ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അത് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണേ, അതല്ലെങ്കിൽ പറ്റ കരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ടേസ്റ്റ് തന്നെ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗീ റൈസിന് വേണ്ട വെള്ളം ഒഴിച്ചു. വെള്ളം ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെള്ളം അപ്പോൾ ഞാനൊരു 9:45 വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് കഴിഞ്ഞ ബിരിയാണിയുടെ റെസിപ്പി ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അതിൽ സുർക്കൊഴിക്കണത് എന്നൊക്കെ 1-2 പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുർക്കൊഴിക്കണം എന്തിനാണെന്ന് വെച്ചാൽ അത് നല്ലൊരു നിറം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ലൊരു കളർ, നല്ല അടിപൊളിയായിട്ട് അതിൽ പച്ച കളർഫുള്ളായിട്ട് ഉണ്ടാവും കേട്ടോ. മല്ലിയിലൊക്കെ ഇടുമ്പോൾ അതിലൊരു പച്ച കളറും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു പുളിയും ഉണ്ടാവും. അതിന് മാത്രമുള്ളതൊന്നും ഒഴിക്കില്ല, എന്നാലും കൂടി അതും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ പിന്നെ അതിൽ റൈസ് ഇട്ട് ഗരം മസാലയുടെ ഹോൾ സ്പൈസസ് ഇല്ലേ മാറ്റി വെച്ച 4 പട്ടൻ്റെ പീസും 3 ഏലക്കായും 3 ഗ്രാമ്പും ആയിരുന്നു കേട്ടോ. അതും ഇട്ടു. പിന്നെ എന്നിട്ട് അടച്ച് വെച്ച് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിക്ക് അരി ഇട്ടു കേട്ടോ. അരി ഇട്ടിട്ട് അടച്ച് വെച്ചു. എന്നിട്ട് അതൊരു ഏകദേശം ഒരു ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ, ഉപ്പ് ഇടണേ പാകത്തിന്. എന്നിട്ട് അത് വെള്ളം വറ്റി വന്നപ്പോൾ ഞാൻ തീ സിമ്മിലാക്കി ആ പാത്രത്തിൽ തന്നെ ഒന്ന് കുറച്ച് നേരം ദമ്മിടണ പോലെ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് പൊരിച്ച ഉള്ളി ഉണ്ടായിരുന്നതും മല്ലിച്ചപ്പും പിന്നെ ഗരം മസാല പൗഡർ ഒരു 3/4 ടീസ്പൂണുള്ള കേട്ടോ, അതും പിന്നെ 2 ടീസ്പൂണ് RKG ഇല്ലേ, RKG പാടെ ഇട്ടിട്ട് നന്നായിട്ട് അത് അടച്ച് വെച്ചു കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതി, ഒരു മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റൈസ് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് റൈസ് എൻ്റെ നല്ല വെള്ള കളറാണ്. നമ്മൾ സുറുക്കൊഴിക്കണോട്ടാണ് അത്രയും വെള്ള കളർ കിട്ടുന്നത് കേട്ടോ. എന്നോട് 1-2 പേര് ചോദിച്ചു എന്തിനാണ് സുറുക്കൊഴിക്കണമെന്നുള്ളതൊക്കെ. അപ്പോൾ അതാ സുറുക്കൊഴിക്കണത് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നമ്മളുടെ ബീഫും നെയ്ച്ചോറും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് സപ്പോർട്ട്